ബംഗളൂരുവിൽ പി.ജിക്ക് പഠിക്കുകയായിരുന്നു നടുവട്ടം സ്വദേശിയായ ഗായത്രിയും ആന്ധ്ര സ്വദേശിയായ സൗജന്യയും. ഒരു പ്രൊജക്റ്റിൻ്റെ ആവശ്യത്തിനാണ് സൗജന്യ നടുവട്ടത്തിലുള്ള ഗായത്രിയുടെ വീട്ടിലേക്ക് എത്തിയത്. അങ്ങനെ കുറച്ച് ദിവസം ഇവിടെ വീട്ടിൽ നിൽക്കുന്നു. പിന്നീട് അറിയുന്നത് വീട്ടിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളുമായി സൗജന്യ മുങ്ങി എന്നുള്ള വാർത്തയാണ്. പിന്നീട് ഇപ്പോൾ പോലീസ് നടത്തിയ പരിശോധനയിൽ ഈ പ്രതിയായ സൗജന്യയെ പോലീസിന് പിടികൂടാനായി കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത് എന്ന് ഇപ്പോൾ ഗായത്രിയുടെ ഭർത്താവ് അമൃതേഷും നമുക്കൊപ്പം ഉണ്ട്. എന്താ ശരിക്കും സംഭവിച്ചത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജൂലൈ 17-നാണ് ഇവിടേക്ക് വരുന്നത്. അത് ജൂലൈ 17 ഏകദേശം രാവിലെ ഒരു മോർണിംഗ് ഇതിലായിട്ട് ഇവിടെ എത്തുന്നത്. അപ്പോൾ വൈഫിന് നമ്മളെ PGയുടെ പഠനത്തിന് ആവശ്യമായിട്ടൊരു വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യേണ്ടായിരുന്നു. അപ്പോൾ അവർ ചൂസ് ചെയ്തത് നമ്മളെ കടലുണ്ടിലുള്ള ഒരു ഓൾഡ് ഏജ് ഹോമായിരുന്നു. അതിൻ്റെ ആവശ്യത്തിനാണ് അവിടെ എത്തിയത്. പക്ഷേ നോർമലി നമ്മളോടുള്ള ബിഹേവിയറൊക്കെ നമുക്ക് അന്നൊക്കെ നോർമലായിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പോൾ നമ്മളതിന് പോയ സമയത്ത് നമ്മൾ സംശയിക്കുന്നൊന്നുമില്ല. പിന്നെ അടുത്തൊരു ഫംഗ്ഷന് വേണ്ടി നമ്മളെ ചെയ്തിടാൻ വേണ്ടി നോക്കുന്ന സമയത്താണ് ഇത് മിസ്സായിട്ടുള്ള വിവരം അറിയുന്നത്. അപ്പോൾ നമ്മൾ അന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തു. അപ്പോൾ ഇവിടെ വന്ന് അവിടുത്തെ SI നൗഷാദ് സാറിൻ്റെ നേതൃത്വത്തിലൂടെ സംഘം വന്ന് അന്വേഷിച്ചപ്പോൾ വന്ന സമയത്ത് തന്നെ അവർ പറഞ്ഞു, ഇത് പുറത്തുനിന്നുള്ള ഒരാളല്ല, നിങ്ങളെ കൂടെ തന്നെ നിന്ന ആരോ ആണ് മോഷണം ചെയ്തിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ ഒന്നും ബ്രേക്ക് ചെയ്തിട്ടില്ല. പിന്നെ നോർമലി എല്ലാ സാധനവും അതേപോലെ നോർമലായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ റൂമായിട്ട് അത്രയും കോൺടാക്റ്റുള്ള ആരൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ അവരൊറ്റ റീസൺ കൊണ്ട് മാത്രമാണ് നമ്മൾ ആ കുട്ടീനെ പേര് പറയാൻ കാരണം. കാരണം എന്താ വെച്ചാൽ ആ കുട്ടി നിന്നത് നമ്മളെ റൂമിൻ്റെ ഓപ്പോസിറ്റുള്ള റൂമിലായിരുന്നു. അവിടെ അറ്റാച്ച്ഡ് ബാത്റൂമില്ലാത്തതുകൊണ്ട് നമ്മളെ റൂമാണ് യൂസ് ചെയ്തത്. അപ്പോൾ അവൾ ഇതിനൊക്കെ വരുന്ന സമയത്ത് ഞാനും വൈഫും പുറത്തിറങ്ങി നിൽക്കലാണ്. അപ്പോൾ ആ കുട്ടി മാത്രമേ റൂം യൂസ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും പോലും അത്ര കോൺടാക്റ്റിൽ അവിടെ വന്നിട്ടില്ല. കാരണം ഞങ്ങളില്ലാണ്ട് ഞങ്ങൾ റൂം യൂസ് ചെയ്തെന്ന് പറയാൻ കുട്ടി മാത്രമേ ഉള്ളൂ. ആ ഒരൊറ്റ റീസൺ കൊണ്ടാണ് നമ്മൾ ആ കുട്ടീൻ്റെ പേര് അവിടെ പോലീസുകാരുടെ അടുത്ത് പറഞ്ഞത്. പിന്നെ അവരുടെ അന്വേഷണത്തിൽ എന്തെല്ലോ തെളിവ് കിട്ടിയതുകൊണ്ടാണ് ഇതിലേക്കായിട്ടും അറസ്റ്റിലേക്ക് എത്തിയത്. എന്തായാലും കേരള പോലീസിന് എന്തായാലും ഞങ്ങൾ അത്രയും നന്ദി പറയുന്നു. കാരണം എന്താ വെച്ചാൽ അത്രയും ഒന്നും കുറേ ആൾക്കാരുടെ അടുത്ത് നിന്ന് കുത്തുവാക്കുകൾ കേട്ടിട്ടുണ്ട്, ഇത് എവിടെ എത്തൂല, കേസ് തള്ളിപ്പോവുള്ളൂ, അങ്ങനെ കുറേ നാളൊക്കെ പോലീസുകാർ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഈ കേസ് തെളിയിച്ചത്. അതുകൊണ്ട് ഈ കേരള പോലീസിലുള്ള പേരറിയാത്ത ഒരുപാട് ഓഫീസേഴ്സ് ഉണ്ട്. എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി പറഞ്ഞു. പ്രത്യേകമായിട്ടും നമ്മളെ ACP സിദ്ദിഖ് സാറ്, SIമാരായിട്ടുള്ള സുജിത് സാറും നൗഷാദ് സാറും പിന്നെ ബേപ്പൂർ സെക്ഷൻ്റെ CI എല്ലാവരോടും ഞങ്ങൾ മനസ്സിന് അതിൽ നിന്ന് നന്ദി അറിയിക്കുന്നു. ഇതിലിപ്പോൾ അവർ ഒരുപാട് കള്ളങ്ങൾ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ. അവർ ഈ പട്ടാളത്തിലേക്ക് ജോലി കിട്ടിയും തുടങ്ങി കുറേ കള്ളങ്ങൾ നിങ്ങളെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചിരുന്നല്ലോ. തുടക്കത്തിൽ ഇപ്പോൾ എന്നോടല്ല വൈഫിൻ്റെ അടുത്താണ് പറഞ്ഞത്. തുടക്കത്തിൽ എന്നാൽ നമുക്കതൊരു കള്ളങ്ങളായിട്ട് നമുക്ക് കേൾക്കാം. അതൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഇങ്ങനെ പറയേണ്ടത് നമ്മൾ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ നോർമലി അത് വിശ്വസിക്കുന്നു. കാരണം ഓഗസ്റ്റ് 7-നാണ് ആ കുട്ടി വിളിച്ച് പറയുന്നത് അവർക്ക് ആർമിയിൽ സെലക്ഷൻ കിട്ടിയെന്നുള്ളത്. അപ്പോൾ നോർമലി വൈഫും ഞാനും നമുക്കത് വിശ്വസിക്കേണ്ടതായിട്ടുള്ളൊരു അതവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മളത് വിശ്വസിച്ചതാണ്. പിന്നെ എന്താ ഈ സംഭവം ഉണ്ടായിട്ട് പോലീസുകാർ അന്വേഷിക്കുമ്പോഴാണ് അവൾക്ക് അവിടെ ആർമിയിലെ സെലക്ഷൻ കിട്ടിയിട്ടില്ല, അവൾ ഇവിടെ സ്ഥലത്തേ ഇല്ല, അവളുടെ ലൊക്കേഷൻ നോക്കിയപ്പോൾ ആഫ്രിക്കയിൽ ടെൻസാനിയ എന്ന് പറഞ്ഞ സ്ഥലത്താണെന്നുള്ളതൊക്കെ ഞങ്ങൾ അന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് ഈ കുട്ടി കള്ളത്തരാണ് പറഞ്ഞെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുള്ളൂ. നോർമലി ഇവിടുന്ന് ജൂലൈ പോയിട്ട് ആഗസ്റ്റ് 7-നാണ് വൈഫിനെ വിളിച്ച് പറയുന്നത്. അപ്പോൾ പോലീസുകാർ പറഞ്ഞു ഓഗസ്റ്റ് 2-ാം തീയതി ഇവൾ ഇവിടുന്ന് ആഫ്രിക്കയിലേക്ക് പോയിട്ടുണ്ട്, അവിടുന്ന് എന്തോ ഇൻ്റർനാഷണൽ ആക്കിയിട്ട് എന്നാണ് ഇവിടേക്ക് വിളിച്ച് പറയുന്നത് ആർമി സെലക്ഷൻ കിട്ടിയത്. അപ്പോൾ ആ സംശയത്തിന് പറഞ്ഞ് നമ്മൾ കോളേജിൽ അന്വേഷിച്ചപ്പോഴും അവിടെയും ഈ സെയിം സ്റ്റോറി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതും കോളേജുകാരെന്തോ എക്സാം ഫീ എന്തോ കറക്റ്റായിട്ട് അറിയില്ല, എന്തിനോ വേണ്ടിയിട്ട് അവിടെ അന്വേഷിച്ചപ്പോഴാണ് ഈ സംഭവം അറിയുന്നതെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ പറ്റിയത്. ഇവിടുന്ന് ഈ മോഷണം നടത്തിയിട്ട് നേരെ പോയത് വിദേശത്തേക്കായിരുന്നു, ടാൻസാനിയയിലേക്കാണ് പോയതെന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെയല്ല, ഞങ്ങൾ കറക്റ്റ് എന്നിട്ട് ഓഗസ്റ്റ് 2-ന് അവൾ പോയിട്ടുണ്ട് എന്നുള്ള അറിവാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അവൾ പോലീസുകാരുടെ അടുത്ത് നിന്ന് ഞങ്ങൾക്ക് കിട്ടിയത്. കറക്റ്റായിട്ട് പറയാൻ അവർക്ക് ഒഫീഷ്യലായിട്ട് നമുക്ക് പറയാം, നമുക്ക് അതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല. നമ്മളോട് പറഞ്ഞത് അതാണ്, നമുക്ക് അറിയുന്നത് വെച്ചിട്ടാണ് പറഞ്ഞത്. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് സംശയം തോന്നിയിരുന്നോ ഇവർ നമ്മൾ പഠിക്കുന്നത്? ഇല്ല, ഒരിക്കലും തോന്നിയിട്ടില്ല. എനിക്ക് മാത്രമല്ല എൻ്റെ കോളേജിൽ ആർക്കും തോന്നിയിട്ടില്ല. ഞാനിപ്പോൾ ചോദിച്ചു നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് തോന്നിയിട്ടുണ്ടോയെന്ന്. അവൾ ബിഹേവ് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നും ഭയങ്കര റിച്ചാണ്, അങ്ങനെയാണ് അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴും എനിക്കറിയില്ല അവൾ റിച്ചാണോ അതോ എന്തുകൊണ്ടാണ് അത് ചെയ്തതെന്നുള്ളത്. നമ്മൾ വിശ്വസിച്ച് ഇവിടുത്തെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഞെട്ടലുണ്ടോ ഈ സ്വർണ്ണമായിട്ടൊക്കെ പോകുകയെന്ന് പറയുമ്പോൾ? അത് സത്യം പറഞ്ഞാൽ ആ സമയത്ത് ഭയങ്കര ഷോക്കായിരുന്നു. ഒന്നാമത് ഞാൻ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഇതെങ്ങനെ ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഒരുപാട് ആൾക്കാർ കുത്തുവാക്കുകളും ഒക്കെ പറയേണ്ടിയിരുന്നു. പക്ഷേ ഞങ്ങൾ സ്ട്രോങ് ആയിട്ടത് പോയി. പിന്നെ പോലീസുകാർ കൂടെ ഉണ്ടായിരുന്നു കട്ടയ്ക്ക്. അപ്പോൾ എന്തായാലും കണ്ടുപിടിച്ചല്ലോ, ഒരുപാട് സന്തോഷം. പ്രതിനെ എന്തായാലും പിടികൂടാനായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ സാറ് രാത്രിയായപ്പോൾ വിളിച്ച് പറഞ്ഞു അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. പിന്നെ ഓൾമോസ്റ്റ് ന്യൂസിൽ വന്നപ്പോഴേക്കും ന്യൂസിൽ വരാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും സന്തോഷം. ഏതായാലും വിശ്വസിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതാണ് ഈ സൗജന്യ എന്ന കൂട്ടുകാരിയെ. ആ കൂട്ടുകാരി തന്നെയാണ് സ്വർണവുമായി വീട്ടിൽ നിന്ന് കടന്നു കളഞ്ഞത്. അതിൻ്റെ വലിയൊരു ഞെട്ടൽ അവർക്കത് ഇപ്പോഴും മാറിയിട്ടില്ല. ഏതായാലും പ്രതി പോലീസിൻ്റെ പിടിയിലായിട്ടുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഒളവണ്ണയ്ക്കൊപ്പം റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.